ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ്. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തല കീഴായി മറിഞ്ഞ അപകടം. ഒരാൾ മരിച്ചു. 3 പേരുടെ നില ഗുരുതരം. നിരവധി പേർക്ക് പരിക്കേറ്റു. മരിച്ചത് ബസ് യാത്രക്കാരൻ എന്നാണ് വിവരം. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, ബസ് തല കീഴായി മറിഞ്ഞതാണ്. ഒപ്പം തന്നെ ഒരു കാറിന് മുകളിലേക്കാണ് ഈ ബസ് തലകീഴായി മറിഞ്ഞത് എന്ന വിവരങ്ങൾ കൂടി ഉണ്ടല്ലോ. ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു? എത്രത്തോളം വ്യാപ്തിയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്? രാഖി, അല്പസമയം മുൻപാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതായത് കുറ്റിപ്പുറത്ത് ഡിവൈഡറിൽ ഇടിച്ച് ബസ് തല കീഴായി മറിയുകയായിരുന്നു. സമീപത്ത് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്ന ഒരു കാറിന്റെ മുകളിലേക്കാണ് ഈ ബസ് മറിഞ്ഞിരിക്കുന്നത്. ഈ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും 3 പേരുടെയും നില ഗുരുതരമാണ്. അപകടത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബസ്സിലുള്ള യാത്രക്കാരൻ തന്നെയാണ് മരിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇയാളുടെ പേര് വിവരങ്ങളോ കൂടുതൽ വിവരങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. അതോടൊപ്പം തന്നെ 3 പേർക്ക് ഗുരുതരമായ പരിക്കും ഉണ്ട്. ഏകദേശം 20ഓളം പേർക്ക് പരിക്കുണ്ട്. ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല. ഉടൻ തന്നെ നാട്ടുകാർ, സമീപത്തുള്ള ആളുകളും പ്രദേശവാസികളും എല്ലാം തന്നെ ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ബസ്സിനുള്ളിൽ കുടുങ്ങി കിടന്നിരുന്ന ആളുകളെ എല്ലാം തന്നെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരിക്കേറ്റ ആളുകളെ സമീപത്തെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 പേരുടെയും നില ഇപ്പോഴും ഗുരുതരമാണ്. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ ബസ് ഈ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. ഇടിച്ച് പെട്ടെന്ന് അത്യാവശ്യം വേഗതയും ഉണ്ടായിരുന്നു ബസ്സിന്. ആ സമയത്ത് ഈ ഡിവൈഡറിൽ ഇടിച്ച സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് മറിയുകയായിരുന്നു. തലകീഴായാണ് മറിഞ്ഞത്. ആ സമയത്ത് തന്നെ ഇത്തരത്തിൽ അപകടത്തിൽ കൂടുതൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ബസ്സിനടിയിൽ കുടുങ്ങിയ ഒരാളാണ് മരിച്ചിരിക്കുന്നത്. മരിച്ച ആളുടെ കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനകം അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കും. എന്തായാലും ശരി ശിവദാസ, മലപ്പുറം കുറ്റിപ്പുറത്താണ് ബസ് തല കീഴായി മറിഞ്ഞ അപകടമുണ്ടായത്. ഒരാൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിട്ടുണ്ട്. 3 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ്. 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ 3 പേരുടെ നില ഗുരുതരം എന്നുള്ളതാണ്. ശിവദാസ് കന്മനമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.